സ്ത്രീയെ ദുർബലപ്പെടുത്താനല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ചെയർപേഴ്സൺ മനസ്സിലാക്കണം. ആ ചെയർപേഴ്സൺ അടക്കമുള്ള ആൾക്കാർ ഇതിന് കൂട്ടുനിന്നുകൊണ്ട് സ്ത്രീകളെ പാതി വില തട്ടിപ്പിന്റെ ഭാഗമായി എൻ്റെ വൈഫിൻ്റെ ആയിട്ട് ഞാൻ കൊടുത്തതാണ്, വണ്ടിക്ക് കൊടുത്തതാണ്. അതിനിപ്പോൾ 60,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാശ് പോയി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് പലരും ഇതിനകത്ത് സ്വർണ്ണം അവരുടെയൊക്കെ പണയം വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ച പൈസയാണ്. ഇത് കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം വിറ്റായാൽ പോലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരുമെന്നാണ് അന്ന് ഈ ഷേർലി ഡേവിഡ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹോം അപ്ലയൻസ്, ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഹോം അപ്ലയൻസും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അടുത്ത മാസത്തിന് കിട്ടേണ്ടതാണ്, ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും കിട്ടും, പിന്നെ അടുത്ത മാസം ഉറപ്പായിട്ടും കിട്ടുമെന്നേ, അത് കിട്ടാതിരിക്കത്തില്ല, ഞാൻ രമ്യക്ക് ഞാൻ മേടിച്ചു തരാം ഉറപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ പേരിൽ ഞാൻ കൂടിയിരുന്നു. എട്ടുകാലി വല നെയ്യുന്നത് പോലെ സ്ത്രീകളായ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത CDS ചെയർപേഴ്സൺ ഒരു നിമിഷം പോലും ആ കസേരയിരിക്കാൻ പാടില്ലെന്നാണ് ഈ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കുടുംബശ്രീ ചെയർപേഴ്സന്റെ ഓഫീസ് തന്നെയാണ് ഇവിടുത്തെ സിവിൽ സൊസൈറ്റി ആയിട്ട് ഇവർ പ്രവർത്തിച്ചത്. ഞങ്ങൾ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ചേച്ചി തന്നെ കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഞാൻ ഇരയായെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഇതിനകത്ത് ഒരാളായെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് പറഞ്ഞില്ലായിരുന്നു 15,000 രൂപ എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. എന്റെ പോയി മെമ്പറേ എത്ര രൂപ പാവങ്ങളുടെ പണം തിരികെ നൽകുക. പ്രതിഷേധം പാവങ്ങളുടെ പ്രതിഷേധം. പാവങ്ങളുടെ പണം തിരികെ നൽകുക. തിരികെ നൽകി രാജിവെക്കുക. കുടുംബശ്രീയുടെ വിശ്വസ്ത നഷ്ടപ്പെടുത്തിയ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുക. പ്രതിഷേധം പ്രസിഡന്റിനെതിരെയുള്ള പ്രതിഷേധം. രാജിവെച്ച് പുറത്തു പോവുക. രാജിവെക്കുക. മൂടിവെച്ച ചെയർപേഴ്സൺ രാജിവെക്കുക. ടിപ്പിന് കൂട്ടുന്ന ചെയർപേഴ്സൺ രാജിവെക്കുക. പ്രതിഷേധം പാവങ്ങളുടെ പ്രതിഷേധം. പാവങ്ങളുടെ പ്രതിഷേധം. നമ്മളുടെ കേരളത്തിലെ എല്ലാ ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഇരയായ ആൾക്കാരുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കാശ് കൊണ്ട് കൊടുത്ത് പറ്റിക്കപ്പെട്ട കബളിപ്പിക്കപ്പെട്ട ആരെയും കുറ്റപ്പെടുത്തുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നില്ല.
എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഓടിക്കൂടുന്ന രൂപത്തിലുള്ള ഒരു തട്ടിപ്പല്ല ഇവിടെ നടന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർദാർ പട്ടേലിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട്, പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത്. കുറേ പേർക്ക് സ്കൂട്ടർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട അനന്തു കൃഷ്ണൻ്റെ സ്ഥാപനം കുറേ പേർക്ക് സ്കൂട്ടർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേർക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും കിട്ടിയപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കിട്ടും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇതിനകത്ത് ഭാഗഭാക്കായത്. ഈരാറ്റുപേട്ട ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലായി 896 പേരുടെ പണമാണ് 60,000 രൂപ വെച്ച് മേടിച്ചിരിക്കുന്നത്. ഗൃഹോപകരണങ്ങളെ വാങ്ങിച്ച പണം കൂട്ടാണ്ടാണ് ഈ സ്കൂട്ടറിൻ്റെ മാത്രമുള്ള കണക്കാണ് ഇതുവരെ കിട്ടിയ കണക്കാണ് പറയുന്നത്. എന്താണ് പറ്റിക്കപ്പെട്ടവരെ, കബളിക്കപ്പെട്ടവരെ ഞങ്ങൾ കുറ്റപ്പെടുത്താത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത്. നമ്മളിവിടെ നിൽക്കുന്നത് കുടുംബശ്രീ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ്. എന്താണ് കുടുംബശ്രീ? 1997 അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ കെ നായനാരുടെ കാലത്ത് തുടങ്ങിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ്, സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് എന്ത് കുടുംബശ്രീ എന്ന് പറയുന്നത്, അല്ലേ? സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന 10 രൂപ വാങ്ങുക, അവരോട് നിക്ഷേപം സ്വീകരിക്കുക മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് കുടുംബശ്രീ എന്നുള്ളത്. ആ കുടുംബശ്രീ സംവിധാനം വളർന്ന് ഇപ്പോൾ നിങ്ങളൊക്കെ ലോൺ എടുക്കുന്നത്, ഒരു കുടുംബശ്രീ സിബി, ഒരു കുടുംബശ്രീക്കാർക്ക് ലോൺ എടുക്കണമെങ്കിൽ എത്ര നിസ്സാരമായിട്ട് നമുക്ക് ലോൺ എടുക്കാൻ കഴിയും. ഇപ്പോൾ സിബിക്കൊരു 20 ലക്ഷം രൂപ വേണമെങ്കിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം, സിവിൽ സ്കോർ വേണം, അതുപോലെ തന്നെ തിരിച്ചടക്കാനുള്ള റീപേയ്മെൻറ്റ് കപ്പാസിറ്റി വേണം, വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെ നൂലാമാലകൾ, ലീഗൽ അഡ്വൈസ് വരെ വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലോൺ എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ കുടുംബശ്രീ ആണെങ്കിലോ 20 പേര് ഒപ്പിട്ടാൽ മിനിമം 20 ലക്ഷം രൂപ കിട്ടുന്നൊരു മഹത്തായ സാമ്പത്തിക സംവിധാനമായി, കേരളത്തിൻ്റെ ബഡ്ജറ്റ് തുല്യമായ സാമ്പത്തിക സംവിധാനമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് എന്ത് കുടുംബശ്രീ. അതുമാത്രമാണോ? ഇപ്പം നമ്മുടെ പട്ടികപ്പെടുത്തം മുതൽ ഇന്ത്യൻ എയർലൈൻസിൽ വരെ അതിൻ്റെ എല്ലാ കരാർ ജോലികളും ചെയ്യുന്ന ആരാ? കുടുംബശ്രീ പ്രസ്ഥാനമാണ് ചെയ്യുന്നത്, അല്ലേ? കുടുംബശ്രീ എന്ന ലേബലിന് ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. കുടുംബശ്രീ എന്ന് മാത്രം അടിച്ചാൽ മതി, അതിന് തന്നെ ഒരു ഗുണം കിട്ടും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിനാണ്, സ്ത്രീയെ ദുർബലപ്പെടുത്താനല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ചെയർപേഴ്സൺ മനസ്സിലാക്കണം. ആ ചെയർപേഴ്സൺ അടക്കമുള്ള ആൾക്കാർ ഇതിന് കൂട്ടുനിന്നുകൊണ്ട് സ്ത്രീകളെ പാതി വില തട്ടിപ്പിൻ്റെ ഭാഗമായി പെരുവഴിയിലാക്കിയ അവസ്ഥയ്ക്കെതിരെ ഉള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആ സ്ഥാപനത്തെ നമ്മൾ വിശ്വസിച്ചു, ഇല്ലേ? കുടുംബശ്രീ ആ സ്ഥാപനത്തെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ചലനാത്മക ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ ചലിച്ചാലേ ഗ്രാമപഞ്ചായത്ത് അണങ്ങിയതായിട്ട് തോന്നുകയുള്ളൂ. അത്തരത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെല്ലാൻ കഴിയുന്ന വലിയൊരു പ്രസ്ഥാനമാണ്, ഗവൺമെൻറ് സംവിധാനമാണ് എന്ത് കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ ഓഫീസ്, CDS ഓഫീസ്, പരിപാവനമായ CDS ഓഫീസ് ദുർവിനിയോഗം ചെയ്തു. ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ, ആ കസേരയിൽ ഇരുന്നു കൊണ്ട് CD രൂപീകരിക്കപ്പെടാണ്ട് തന്നെ ഇവിടെ നിന്ന് പണം വാങ്ങിച്ചു. 340 രൂപയും 350 രൂപയും ചെയർപേഴ്സൺ എന്ന നിലയിൽ പേരെഴുതി ഒപ്പിട്ട് പൂഞ്ഞാർ പഞ്ചായത്തിലെ ചെയർപേഴ്സൺ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. അവർ 340 രൂപ അവിടെ ഇരുന്നു കൊണ്ട് എഴുതി വാങ്ങിച്ചു. അപ്പോൾ ഇതാർക്കെങ്കിലും സംശയം തോന്നുമോ ഇത് കുടുംബശ്രീ ആണോ അല്ലയോ എന്ന് സംശയം തോന്നാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ഇതെല്ലാം കൂടാണ്ട് 8 കാല് വല നെയ്യുന്നത് പോലെ മുഴുവൻ സ്ത്രീകളെയും ഇവർ വഞ്ചിച്ചു. അത് നമ്മൾ മനസ്സിലാക്കാം. എന്താണ് 8 കാലിയുടെ വല നെയ്യുന്നതിൻ്റെ പ്രത്യേകത? ആ 8 കാലി ഒരു കോണിൽ പോയി ഇന്ന് വല നെയ്യുമ്പോൾ പ്രാണിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവിടെ ഒരു വലയുണ്ടെന്ന്. അത്ര സൂക്ഷ്മമാണ് ആ വലകൾ. അതിൽ വന്ന് പ്രാണി വീണ് കഴിയുമ്പോഴേ അറിയുള്ളൂ നമ്മൾ അകപ്പെട്ടു എന്നുള്ള രൂപത്തിൽ. ആ രൂപത്തിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഇവർ തട്ടിപ്പിന് പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് മൂവാറ്റുപുഴയിൽ നിന്നൊരു കുടുംബശ്രീ അംഗം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനിട്ട് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം 2024 ജൂൺ മാസത്തിൽ കുടുംബശ്രീയുടെ സംസ്ഥാന മിഷൻ ഡയറക്ടറുടെ ഒരു ഉത്തരവ് വന്നു. എല്ലാ ജില്ലാ മിഷൻ ഡയറക്ടർക്കും
നമ്മുടെ അഭിലാഷ് സാറിനടക്കം കോട്ടയം ജില്ലയിലെ അഭിലാഷ് സാറാണ് നമ്മുടെ മിഷൻ ഡയറക്ടർ. അന്ന് അഭിലാഷ് സാർ 3 മാസം ലീവായിരുന്നു. ആ 3 മാസം ലീവ് എടുത്തപ്പോൾ കുടുംബശ്രീയുടെ ചാർജ് ഇടുക്കി എന്നുള്ള ജില്ലാ കോർഡിനേറ്റർക്കായിരുന്നു, വനിതയായിരുന്നു. അവർ സെപ്റ്റംബർ മാസം 28-ാം തീയതി എല്ലാ ചെയർപേഴ്സൺമാർക്കും ഉത്തരവ് കൊടുത്തു. ജൂൺ മാസം അവരെ വിളിച്ച് പറഞ്ഞു, ഇത്തരത്തിൽ തട്ടിപ്പിന് വേണ്ടി കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സണോ കുടുംബശ്രീ ഓഫീസോ ഉപയോഗിക്കപ്പെട്ടാൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കില്ല എന്ന് വാണിംഗ് കൊടുത്തു. ഇവരുടെ മീറ്റിംഗ് വിളിച്ച് ഇതുകൂടാണ്ട് ഗവൺമെൻറ് സർക്കുലർ കൊടുത്തു, ഇതിന് തട്ടിപ്പുണ്ട് പറ്റിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് പോലും അതെല്ലാം ഒളിച്ചു വെച്ച്, ഇതാണ് ഞാൻ പറഞ്ഞത്, 8 കാല് വല നെയ്യുന്നത് പോലെ സ്ത്രീകളായ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത CDS ചെയർപേഴ്സൺ ഒരു നിമിഷം പോലും ആ കസേരയിരിക്കാൻ പാടില്ലെന്നാണ് ഈ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, CDS നമ്മുടെ അനന്തകൃഷ്ണൻ 1-ാം പ്രതിയായിട്ടും 2-ാം പ്രതിയായിട്ട് തീക്കോയി കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ 2-ാം പ്രതിയുമായിട്ട് ഈരാറ്റുപേട്ട പോലീസും സംസ്ഥാന സർക്കാരും കേസ് രജിസ്റ്റർ ചെയ്യണം. ആ രൂപത്തിലുള്ള മൊഴികൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത് അവരെ കേസിൽ പ്രതികളാക്കി അവരിൽ നിന്നുകൂടെ ഈടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നെങ്കിൽ മാത്രമേ ഈ പൈസ തിരിച്ചു കിട്ടുകയുള്ളൂ. കേസ് FIR ഇടണം എന്ന് പറയാൻ കാരണം, FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇടണം എന്ന് പറയാൻ കാരണം, ഇതിപ്പോൾ കേസായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് മുമ്പിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും സാഹചര്യത്തിൽ CDS ചെയർപേഴ്സണെയും അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് വിതരണം ചെയ്യുന്ന സമയത്ത് നമുക്കൂടെ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ തട്ടിപ്പിനും ഇനി നിങ്ങൾ കൂട്ടി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും വരും, ഞങ്ങൾ ഇത് ചെയ്യാം, തൊടുപുഴ മീറ്റിംഗ് ഉണ്ട്, അവിടെ വരണം ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രക്ഷോഭണ സമരങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലയിലും പറ്റിക്കപ്പെട്ടവരെ വീണ്ടും കബളിപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം, ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള കാര്യം, നിങ്ങൾക്ക് സൗജന്യമായ നിയമസഹായം സംസ്ഥാന സർക്കാർ തരും. ഒരു പൈസ പോലും നിങ്ങൾ ഇതിനു വേണ്ടി വക്കീലന്മാരെ കൊടുക്കാണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ് വക്കീൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യും. അതിൻ്റെ പേര് ഇനി 5000 രൂപ ചില പ്രദേശങ്ങളിലൊക്കെ ഈ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി വക്കീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പം അങ്ങനെ കബളിപ്പിക്കപ്പെട്ടവരെ, ഒരു രൂപത്തിൽ കബളിപ്പിക്കപ്പെട്ടവരെ വേറെ രൂപത്തിൽ കബളിപ്പിക്കുന്ന സമീപനമായിട്ടാണ് ഇവരുടെ സംഘടന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബാക്കിയുള്ളിടത്തൊക്കെ സീഡ് രൂപീകരിച്ചു ഇല്ലേ? തീക്കോയി പഞ്ചായത്ത് സീഡ് രൂപീകരിച്ചോ? സീഡ് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഈ കുടുംബശ്രീയുടെ ഓഫീസാണ് ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, കുടുംബശ്രീ സംവിധാനം എന്ന് പറയുന്ന ഈ സാമ്പത്തിക ശക്തി ഇല്ലെങ്കിൽ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പണം വാങ്ങിച്ചുകൊണ്ട് 8000-വും 10000 രൂപ ഓണറേറിയം മേടിച്ചുകൊണ്ട് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീകളെ കൊണ്ട് പെരുവഴിയിലാക്കിയിട്ടുള്ള പദ്ധതിയുമായി പോകുന്ന കുടുംബശ്രീ അംഗമാണെങ്കിലും CDS ചെയർപേഴ്സൺ ആരാണെങ്കിലും ശരി, അവർ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ രാജിവെക്കണം, അവരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നാണ് ഈ ധർണാ സമരത്തിൽ കൂടെ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പിൽ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ കൊടുക്കണം. ജില്ലാ കളക്ടറാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. വ്യക്തിപരമായ രൂപത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന FIR കൂടാണ്ട് കൊടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഇത് ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ടെ, ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ, പ്രതിഷേധം ഇത് പ്രതിഷേധം, പ്രതിഷേധം ഇത് പ്രതിഷേധം, CDS പ്രസിഡന്റിനുള്ള പ്രതിഷേധം, CDS ചെയർപേഴ്സൺ രാജിവെക്കുക, പാവങ്ങളെ തട്ടിയെടുത്ത പൈസ തിരിച്ചു നൽകുക, കുടുംബശ്രീയുടെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക, കുടുംബശ്രീയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയ CDS ചെയർപേഴ്സൺ രാജിവെക്കുക, പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ, ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ, ചെയർപേഴ്സൺ രാജിവെക്കുക.
ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ രമേശ് ചേട്ടൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കുടുംബശ്രീ അതിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഷേർലി ഡേവിഡ് എന്ന് പറയുന്ന ഒരാൾ പുള്ളി സ്വന്തമായിട്ടൊരു സീഡ് സൊസൈറ്റി രൂപീകരിച്ച് അദ്ദേഹം തന്നെ ഇങ്ങനെ പാതിവില തട്ടിപ്പ് നടത്തുവാണെങ്കിൽ ഈ പറയുന്ന ആരും അതിൽ പങ്കാളികളാവില്ല. അവർ നടത്തിയിരിക്കുന്നത് അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. ഷേർലി ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയായിട്ടല്ല, കുടുംബശ്രീ ചെയർപേഴ്സൺ എന്ന ലേവലിൽ തന്നെയാണ് അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത്. തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഏകദേശം 85ഓളം പേരിൽ നിന്നായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു വൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തീക്കോയ് കണ്ടേക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പിനാണ് കൂട്ടുനിന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയിട്ട് പോലും അവർക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് പൈസ ഈ കുടുംബശ്രീ അംഗങ്ങൾ തട്ടിക്കൊണ്ട് പോയ ഒരു മനോഭാവത്തിലാണ് ഇപ്പോഴും അവർ ഈ കുടുംബശ്രീ അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നടത്തിയത് അവരല്ല, അവരെ ലെവലേശം സ്പർശിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് അവർ ഈ തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവരെ ഈ ഓരോ അംഗങ്ങളെ ഈ 85 പേരെ ഇതിനകത്ത് കൂട്ടിയപ്പോൾ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 100% ഇത് കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം വിറ്റായാൽ പോലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരുമെന്നാണ് അന്ന് ഈ ഷേർലി ഡേവിഡ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ 60,000 രൂപ മാത്രമല്ല, അതിൽ കൂടുതൽ നഷ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ ഉണ്ട്. 1,20,000 രൂപ വരെ ഹോം അപ്ലയൻസിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടവരും, അതുപോലെ 60,000-ന് മുകളിൽ മിഷൻ തരാം, അല്ലെങ്കിൽ പല വീട്ടുപകരണങ്ങൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഈ കൂടിയിരിക്കുന്ന ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നീതി ലഭിക്കണം. ഇവർക്ക് ഈ കട്ടുകൊണ്ട് പോകുന്നതിന് കൂട്ടുനിന്നിരിക്കുന്ന ചെയർപേഴ്സൺ അവരിടപെട്ട് അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റാണെങ്കിൽ പോലും അവർ ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്ന ആൾക്കാരുടെ നീതി പുലർത്തണം. അവർ ആ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും ഇനി യോഗ്യരല്ല. എന്ത് ധാർമ്മികതയുടെ പേരിൽ അവർ രാജിവെച്ച് ഒരു മാതൃക കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്. അത് വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാം. ബാക്കി പഞ്ചായത്തുകളിലൊക്കെ ഒരു സീഡ് സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കുടുംബശ്രീ ചെയർപേഴ്സൻ്റെ ഓഫീസ് തന്നെയാണ് ഇവിടുത്തെ സീഡ് സൊസൈറ്റി ആയിട്ട് ഇവർ പ്രവർത്തിച്ചത്. ഈ കുടുംബശ്രീ ഓഫീസിനെ തന്നെ മലിനമാക്കിക്കൊണ്ട് ഈ ഓഫീസിനകത്ത് ഇരുന്നു കൊണ്ട് ഈ ഓഫീസാണ് അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഓഫീസായിട്ട് മാറ്റിയിരിക്കുന്നത്. അത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ വേറെ ഓഫീസുകൾ എടുത്താണ് സീഡ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കുടുംബശ്രീ ഓഫീസ് തന്നെ സീഡിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ പാവങ്ങളെ, അപ്പോൾ ഒരു വിശ്വസ്തത കൂടുതൽ വരുമല്ലോ. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ രമേശേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുടുംബശ്രീ കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് വന്നിരിക്കുകയാണ്. അതിനൊരു വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തതയാണ് അവർ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ആ വിശ്വസ്തത കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഷേർലി ഡേവിഡ് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ ധാർമ്മികതയുടെ പേരിൽ ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയല്ല, അവർ ആ സ്ഥാനം ഒഴിയണം. ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ വളരെ വിഷമമാണ് തോന്നുന്നത്. ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ്. കാരണം അവിടെ ഒരാൾ കൈക്കുഞ്ഞുമായിട്ടൊക്കെ നിൽക്കുന്നു. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഒരു അറ്റം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഒരുപാട് ആളുകൾ ഇന്നിവിടെ വരാതെ ഉണ്ട്. എന്താണേലും ഈ ഒരു കാര്യത്തിൽ തീക്കോയിൽ മാത്രമാണ് ഇങ്ങനൊരു, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മ ഇതിന് മുമ്പ് തന്നെ രൂപപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സിബി പറഞ്ഞ പോലെ ഇതിനെതിരെ ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പറഞ്ഞ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാകാൻ കാര്യം നമ്മൾ സംഘടിക്കാത്തത് കൊണ്ട് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെങ്കിൽ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളിൽ ഈ ചെയർപേഴ്സൺ മാത്രമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അല്ലാതെ പല ആളുകളിൽ നിന്നും കേട്ടതനുസരിച്ച് ഇവിടുത്തെ ചില ജനപ്രതിനിധികളായ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഇതിനകത്ത് വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീക്കോയ് പഞ്ചായത്തിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പങ്കുപറ്റിയവരും കാണാൻ വളരെ സാധ്യതയുണ്ട്. അത് അവർ തന്നെ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ തന്നെ പറയാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏർപ്പാടാണെന്ന് പറഞ്ഞ് ഇതിനെ ഇകഴ്ത്തി കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ പരാജയപ്പെടുത്താൻ നമ്മുടെ ആളുകൾ ശ്രമിക്കും. അത് നമ്മുടെ ആളുകൾ തന്നെ മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും നോക്കണ്ട.
നമ്മൾ ഈ പാവങ്ങളായ ഈ ആളുകളെ, ഞാൻ ഓർക്കുന്നത് ഈ വലിയ ഈ കൈക്കൂലിക്കാരും ഈ പിന്നെ ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വലിയ തുകയ്ക്ക് വേണ്ടി ഈ പണത്തോടുള്ള ആർത്തി മൂത്ത് പല തട്ടിപ്പിലും പോയി ചാടിയത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണീരാണിത്. ഇത് നമുക്ക് ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും രംഗത്ത് കൊണ്ടുവരണം, അവർക്കെതിരെ നടപടി ഉണ്ടാവണം. നമുക്ക് പിന്നെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും ഉണ്ടാകണം. അതിന് ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളോടൊപ്പം എന്താവശ്യത്തിനും നിങ്ങൾ വിളിച്ചാൽ മതി, ഏത് കാര്യത്തിനും. ഇപ്പോൾ നിയമസഹായത്തിന് അങ്ങനെ ആരെങ്കിലും കാണാൻ പോകാനോ എന്തെങ്കിലും അപേക്ഷ എഴുതാനോ ഒപ്പിടിയിക്കുവാനോ അങ്ങനെയുള്ള ഇതിന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും നമ്മുടെ CBIക്ക് ഉണ്ട് ഇവിടെ. ഒപ്പം ഞാൻ നിങ്ങളോടൊപ്പം 100% ഉണ്ടാവും. ബാക്കിയുള്ള ആളുകളെ കൂടി സംഘടിപ്പിക്കുന്നതിന് നിങ്ങളും കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരപരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ തീക്കോയി പഞ്ചായത്തിൽ നിന്ന് ഒരു 87 പേരുണ്ട്. 87 പേരോളം പറഞ്ഞ് ഇവിടെ കുടുംബശ്രീയുടെ പേരും പറഞ്ഞ് ഒരു ഷേർലി ഡേവിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ ഇന്ന് എല്ലാവരുടെയും 60,000 രൂപ വെച്ച് 60,000 പോയിട്ട് ഒരു 1,5 ലക്ഷം രൂപ അടുത്ത് എല്ലാവരുടെയും മിക്കവാറും പോയിട്ടുണ്ട്. അങ്ങനെ കാശ് കുറേ പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഞാൻ കൊടുത്തതാണ്, വണ്ടിക്ക് കൊടുത്തതാണ്. അതിനിപ്പോൾ 60,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാശ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് പലരും ഇതിനകത്ത് സ്വർണ്ണം അവരുടെയൊക്കെ പണയം വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ച പൈസയാണ്. അതിപ്പോൾ അതിൻ്റെ പലിശയും പലിശയുടെ പലിശയും ഓരോരോ പ്രശ്നങ്ങളും ഇപ്പം ഇതിൻ്റെ പുറകെ നടന്ന് കുറേ ജോലി പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിപ്പം കുടുംബശ്രീയുടെ പേര് ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ആയത്. ഈ ഒരു കുടുംബശ്രീയുടെ ഓഫീസിൽ അവരുടെ ഒരു ജോലി അവർ ദുരുപയോഗം ചെയ്തിട്ടാണ് ഇത്രയും കാര്യം അവർ മുന്നോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതിപ്പോൾ എന്നിട്ട് അവർ ഇന്നും ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇതിന് നടപടി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ഇന്ന് ഞങ്ങളൊരു ചെറിയ പ്രതിഷേധം നടത്തി. ഇതിൻ്റെ മുന്നോട്ടുള്ള നിയമവശമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളിപ്പം കുറച്ച് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുള്ളതായിരുന്നു. അവരിന്ന് കുറച്ച് കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തതാണ്. അവരുടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം കുറച്ചുകൂടി ശക്തമായിരുന്നു. ഞാനിവിടെ സ്കൂട്ടറിന് ആദ്യം ഇങ്ങനെ 60,000 രൂപ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് പണയം വെച്ചിട്ട് 60,000 രൂപ കൊടുത്ത് സ്കൂട്ടറിന് അപേക്ഷിച്ചായിരുന്നു. ആദ്യം തന്നെ പൈസ അടച്ചവർക്ക് ആദ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ പൈസ അടപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹോം അപ്ലയൻസ്, ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഹോം അപ്ലയൻസും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അടുത്ത മാസത്തിന് കിട്ടേണ്ടതാണ്, ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും കിട്ടും, അടുത്ത മാസം ഉറപ്പായിട്ടും കിട്ടുമെന്നേ, അത് കിട്ടാതിരിക്കത്തില്ല, ഞാൻ രമ്യക്ക് ഞാൻ മേടിച്ചു തരാം ഉറപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരുടെ പേരിൽ ഞാൻ കൂടിയിരുന്നു. അതും ഒരു 30-60 രൂപ വീതം അതിനും അപേക്ഷിച്ചായിരുന്നു. ലാസ്റ്റ് ഇതിങ്ങനെ പ്രശ്നമായി ന്യൂസ് വന്നപ്പം ആ ന്യൂസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സീഡ് സൊസൈറ്റിയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് ഒരു രഞ്ജു എന്ന് പറയുന്ന ഒരു RP തോന്നുന്നു, ആ കുട്ടി എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അത് അങ്ങനെ ഇടരുത്, എല്ലാവരും പാനിക്കാകും, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒന്നും ഇടരുതെന്നും പറഞ്ഞ് കുറേ ആദ്യം ഷൗട്ട് ചെയ്യുന്നവരെ സംസാരിച്ചു. അത് പിന്നെ ഞാൻ ചൂടായപ്പോൾ അവരിച്ചിരി സോഫ്റ്റായി. എന്നിട്ട് പറഞ്ഞു, ചേച്ചി അങ്ങനെ ഇടരുത്, ചേച്ചിയുടെ പൈസ തിരിച്ചു വേണേൽ പൈസ തരാം, ന്യൂസൊന്നും അങ്ങനെ ഇടരുത്, എല്ലാവരും പാനിക്കാവും, അതൊക്കെ കള്ളക്കേസാണ്, അതൊന്നും ഉള്ള കാര്യമല്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇത് കിട്ടും എന്ന് ഷേർലി ചേച്ചി ഉറപ്പ് പറഞ്ഞു. ഷേർലി ചേച്ചി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, രമ്യയുടെ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് രമ്യയുടെ മാത്രം ഇറക്കി തരാമെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ, പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞ ചേച്ചി കിട്ടത്തില്ല, ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം, ആ പൈസ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന്. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ല, അത് ഞാൻ തന്നെ ഇറക്കി തരാമെന്ന് ചോദിക്കട്ടെ, അങ്ങനെ ചെയ്യാം എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ മുന്നോട്ടാക്കി. പിന്നെ ഒരു DPM സുജായുടെ നമ്പർ തന്നു. സുജാനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയും ക്യാൻസൽ ചെയ്യാൻ ഉറപ്പായിട്ട് കിട്ടും, ഈ 25 വരെ വെയിറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞ് നീട്ടിപ്പിച്ചുകൊണ്ട് പോയി നമ്മളെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ല. ലാസ്റ്റ് ഒരു December 31 ഞാൻ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്താൽ 20 ദിവസത്തിനുള്ളിൽ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 20 ദിവസം പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ക്യാഷും കിട്ടിയില്ല. അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് അവിടുന്ന് തന്നാലല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, അല്ല തരാൻ പറ്റത്തില്ലോ. പിന്നെ സുജ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്നോട് ചൂടായി, ഞങ്ങൾ എന്നെ ഒളിച്ചു പോകുമെന്ന് വിചാരിച്ചോ, കാശ് തരത്തില്ലെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞു. തന്നിട്ടല്ല അവർ സംസാരിച്ചത്, തരാതെ തന്നെ അങ്ങനെ സംസാരിച്ചു. ഒരു കാർത്തിക എന്ന് പറഞ്ഞ കുട്ടിയും ഞങ്ങൾ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടുകയത്, നിങ്ങളുടെ വായിരിക്കുന്നു കേൾക്കണേ, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് ചൂടായി. എന്നിട്ട് ഇതുവരെ പൈസയും കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ എൻ്റെ തന്നെ പേഴ്സണലായിട്ട് 1.20 ഇതിനു വേണ്ടി മുടക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന. ഇതിനെതിരെ ഞങ്ങൾക്ക് പറ്റുന്നത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് എങ്ങനെയും ക്യാഷ് തിരിച്ചു വാങ്ങണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ല ഞാൻ ചെയ്തത്. നിങ്ങൾ ഓരോരുത്തരെ അറിഞ്ഞ്
കണ്ടു കേട്ട് വന്നവരാണല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ നിങ്ങളുടെ ഒപ്പം ഞാൻ വന്നപ്പോൾ മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സിബി മെമ്പർ തന്നെ എനിക്ക് എത്ര പേര് ഇവിടെ സിബി മെമ്പർ ഇവിടെ ആൾക്കാരെ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ ചേച്ചി ഇങ്ങനെയായിരുന്നു ഞങ്ങളോട് പ്രതികരിച്ചത്. ചേച്ചി ഇതിന് ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കും, ഞങ്ങൾ വന്ന് വീണോ എന്തെങ്കിലും ആയിക്കോട്ടെ, ചേച്ചിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതെ, അങ്ങനെയുള്ള അപ്പൊ ചേച്ചി മാന്യമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കണമായിരുന്നു. ചേച്ചി അത് ചൂടായിക്കൊണ്ടാണ് ഞങ്ങളോട് ഫോണിൽ സംസാരിച്ചത്. ഞങ്ങൾ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ചേച്ചി തന്ന കേസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഞാൻ ചൂടായി അല്ല ചൂടായി സംസാരിച്ചിട്ടില്ല. 84 പേരുടെ പേര് മാത്രം ഞങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾ കൊടുക്കുന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറപ്പം തന്നെ കിട്ടുന്നേ. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഞാൻ നിർബന്ധിച്ച് ആരേലും ഇങ്ങോട്ട് നിർബന്ധിച്ചു കൂട്ടുന്നത് ഞങ്ങൾ പറയുന്നില്ലല്ലോ, ഞങ്ങൾ കൂട്ടിയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഞാൻ ഇരയായെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇതിനകത്ത് ഒരാളായെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പഠിപ്പിക്കാനുണ്ട്, എനിക്ക് അതിന്റെ സാമ്പത്തികം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഷേർലി ചേച്ചി കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ചേച്ചി പറഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പറഞ്ഞില്ലായിരുന്നോ 15,000 രൂപ എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന്? ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഇല്ലേ? ഞാൻ തട്ടിപ്പാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഓരോ ഇതിനകത്ത് നിങ്ങൾ ചെന്ന് പെട്ടിട്ടുള്ള ഡീകോ ചെയർപേഴ്സൺ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് DP എന്നെ വിളിച്ച്. അത് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ മാസം ഒരൊറ്റ പക്ഷെ ചേച്ചി അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ല ഒരാള് ഇതെല്ലാം ഞാൻ എന്റെ വാർഡിലെ ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുത്തു. ഇവിടെ കുറെ ആൾക്കാർ എന്റെ വാർഡിൽ നിന്ന് വന്നു, നിങ്ങളത് കൂടി. ഈ കൂടി ആൾക്കാർ ഇവിടെ വന്ന് കൂടി. ഞാനൊരു പാർട്ടിയായിട്ട് ഇന്ന് വരെ ശരി മെമ്പറിനാ എന്റെയും പോയി മെമ്പറെ. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴയരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം. ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഈരാറ്റുപേട്ടയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, പുളിക്കൽ ആർക്കേഡ്, സെൻട്രൽ ജംഗ്ഷൻ നിയർ അരുവിത്തുറ ബ്രിഡ്ജ്, ഈരാറ്റുപേട്ട. IT ഫ്യൂച്ചർ MKK ടവർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട.